അടിയന്തരാവസ്ഥയുടെ ഭീകരകാലത്ത് ഇന്ദിരാഭരണം രാജ്യത്താകെ ക്രൂരമായ പീഡനമാണ് അഴിച്ചുവിട്ടത്. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. പ്രധാന പ്രക്ഷോഭം നയിച്ച CPIM നേതാക്കൾ നേരിട്ടതും കൊടിയ മർദ്ദനമാണ്. അന്നത്തെ കൂത്തുപറമ്പ് MLAയുടെ അനുഭവം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയതായിരുന്നു. കേവലം പരിശോധനകളോട് കുതിര കയറുന്ന യുവ MLAമാർ ഇതൊക്കെ ഓർത്താൽ നന്ന്. 1977 മാർച്ച് 30 കേരള നിയമസഭയിൽ കൂത്തുപറമ്പിലെ യുവ MLA എത്തിയത് രാഷ്ട്രീയ ചരിത്രത്തിലെ അടയാളപ്പെടുത്തുന്ന മുഹൂർത്തം സൃഷ്ടിച്ചായിരുന്നു. ചോര പതിഞ്ഞ വസ്ത്രം ഉയർത്തിപ്പിടിച്ചാണ് നിയമസഭയെ അദ്ദേഹം അഭിസംബോധന ചെയ്തത്. അടിയന്തരാവസ്ഥക്കാലത്ത് MLA ആയിരുന്നിട്ടും കരുണാകരന്റെ പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ച ആ യുവ MLA ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയൻ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് പിണറായി വിജയനെ സ്വന്തം വീട്ടിൽ നിന്ന് രാത്രിയിൽ അറസ്റ്റ് ചെയ്യുന്നത്. 1975 സെപ്റ്റംബർ 28-നായിരുന്നു ധർമ്മടം പോലീസിന്റെ അറസ്റ്റ്. 10ഓളം MLAമാരടക്കം നിരവധി പേർ കേരളത്തിൽ ജയിൽവാസം അനുഭവിച്ചെങ്കിലും ജനപ്രതിനിധി എന്ന പരിഗണന പോലും നൽകാതെ ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നു പിണറായി വിജയന്. രാത്രി മുഴുവൻ നീളുന്ന മർദ്ദനത്തിൽ ബോധരഹിതനായി. പിന്നീട് മുറിവുകൾ പോലും രേഖപ്പെടുത്താതെ ജയിൽവാസം. MLA ആയിരുന്നിട്ടും കേരളത്തിലെ അധികാരത്തിലിരുന്ന കരിങ്കാലിക്കൂട്ടങ്ങൾ അർഹിച്ച നിയമപരിരക്ഷ പോലും അദ്ദേഹത്തിന് നൽകിയില്ല. ആ നിയമസഭാകാലം മുഴുവൻ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. തുടർന്ന് വന്ന 77-ലെ തെരഞ്ഞെടുപ്പിലാണ് വീണ്ടും മത്സരിച്ച് ജയിച്ച് പിണറായി വിജയൻ നിയമസഭയിലെത്തിയത്. കിരാത ഭരണവാഴ്ചയുടെ അനുഭവം ഹൃദയത്തിൽ രേഖപ്പെടുത്തി നിയമസഭയിൽ പങ്കുവച്ചത്. ഭരണപക്ഷത്തുള്ളവരെ പോലും അസ്തപ്രജ്ഞരാക്കിയ പിണറായിയുടെ പ്രസംഗം നിയമസഭാ രേഖകളാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥിരം പരിശോധനകൾക്ക് പോലും കലഹമുയർത്തുന്ന അടിയന്തരാവസ്ഥയുടെ വക്താക്കളായ അഭിനവ യുവ MLAമാർ ഓർക്കണം ഇതൊക്കെ. രാക്ഷസകാലത്തിന്റെ 50 ആണ്ടിലെങ്കിലും. പൊളിറ്റിക്കൽ ഡെസ്ക്, കൈരളി ന്യൂസ്.